പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നോക്കൂ, രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച രാവിലെ കാലം ഹല്ലേലൂയ കർത്താപ്പച്ചൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹത്തിൽ ഒന്നാമത്തെ പടിയാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളത്. സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഏക മാർഗമെന്ന് യേശു പഠിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ഇച്ഛകൾ കൊണ്ടോ അധ്വാനം കൊണ്ടോ നമുക്ക് രക്ഷ നേടുവാനോ രക്ഷയ്ക്ക് യോഗ്യരായി തീരുവാനോ സാധ്യമല്ല. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കണമെങ്കിൽ, അതായത് ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ വീഴ്ചയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. പ്രിയ മക്കളെ, വീഴ്ചയെ നമ്മെ രക്ഷിക്കുന്ന അപ്പൻ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടാൽ നാം ഒരിക്കലും വീണുപോകയില്ല. ഹല്ലേലൂയ. നോക്കൂ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് വചനം കേട്ട് ജീവിക്കുന്നവരെ ഒരു നാളും വീഴുവാൻ അനുവദിക്കുകയില്ല. ഏതു നേരത്തും നമ്മെ സംരക്ഷിക്കുന്ന നല്ലൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ, നോക്കൂ, നാം ചെയ്യുന്ന പ്രവർത്തികൾ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തെളിവ്. ഹല്ലേലൂയ. അതായത് യോഹന്നാൻ സുവിശേഷം 3:21 പറയുന്നുണ്ട്, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 16:13 പറയുന്നുണ്ട്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യമാർഗത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തെളിവാകുന്നു. നോക്കൂ പ്രിയ മക്കളെ, ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹമാണ് ഹല്ലേലൂയ നാം ചെയ്യുന്ന പ്രവർത്തികൾ. ഹല്ലേലൂയ എങ്ങനെയാണുള്ളതെന്നുള്ളത്. അടുത്തതായിട്ട് നോക്ക്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 9:31 പറയുന്നുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നേ അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് പ്രിയ മക്കളെ ദൈവം കേൾക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് 34-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവേഷ്ടം ചെയ്യുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൽ മറ്റൊന്നാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. നമ്മുടെ കണ്ണുനീര് കാണുന്ന കർത്താവ് നമുക്ക് വേണ്ടി മറുപടി നൽകി തരും. ഏത് വിഷയത്തിൽ നമ്മൾ കണ്ണുനീരൊഴുക്കുന്നോ അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു, അതിന്മേൽ ദൈവത്തിന്റെ അത്ഭുത മറുപടി കാണുവാൻ നമുക്ക് സഹായിക്കും. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് ദൈവവചനത്തിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീരുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 25-ാം വാക്യത്തില്, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഹല്ലേലൂയ. നാം ദൈവനാമത്തിന് വേണ്ടി ഹല്ലേലൂയ ഏത് പ്രവൃത്തി ചെയ്യുന്നോ അത് ദൈവവചനത്തിൽ കൂടി ആയിരിക്കണം. കർത്താപ്പച്ച അതിലൂടെ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ദൈവഗീതത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ഈ ന്യായപ്രമാണം എന്നുള്ളത്. ഹല്ലേലൂയ. നോക്കൂ,
ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം കരുണയും പാപക്ഷമയും കൂടാതെ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാനുള്ള ശക്തിയും സ്വാതന്ത്ര്യവും ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവവചനത്തിൽ ആശ്രയം വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഹല്ലേലൂയ പ്രയാസഘട്ടങ്ങൾ നേരിട്ടാലും ദൈവവചനത്തിൽ നമുക്ക് ഹല്ലേലൂയ ബലം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ഹല്ലേലൂയ നമുക്ക് എന്നേക്കും ഹല്ലേലൂയ അതായത് കുലുങ്ങിപ്പോകുവാൻ ഒരിക്കലും അപ്പൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ 15-ാം സങ്കീർത്തനത്തില് അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കുലുങ്ങിപ്പോകുവാൻ, നമ്മൾ ഹല്ലേലൂയ നിലംപരിചായി തീരുവാൻ ഒന്നും നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പേരിലുള്ള നീതി ലഭിക്കുന്നതായിട്ട് ഹല്ലേലൂയ യേശുപ്പച്ചൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തില് ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഉള്ള ആ നീതി നമുക്ക് ലഭിക്കും. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുതേ. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ന്യായപ്രമാണം അനുസരിച്ച് അത് പ്രമാണിക്കുന്നവരാണ് നീതിമാന്മാർ. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിൽ ഹല്ലേലൂയ ആശ്രയം വെച്ച് അത് പ്രമാണിച്ച് ദിനംതോറും മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, നമ്മളാണെങ്കിൽ ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി പുത്രത്വത്തിന്റെ ഉറപ്പ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. യോഹന്നാന്റെ 3-ാം ലേഖനം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ നന്മ ചെയ്ത് കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരായി അപ്പന്റെ സാന്നിധ്യം ദിനംതോറും മനസ്സിലാക്കി അപ്പനുള്ള ഹല്ലേലൂയ ദൈവ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിവിധമായിരിക്കുന്നു. അത് വീണ്ടും ജനനം ലഭ്യമാകുന്നു. പ്രിയ മക്കളെ, യോഹന്നാന്റെ 1-ാം ലേഖനം 2:29 പറയുന്നു, അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നതിനൊക്കെയും അവനിൽ നിന്ന് ജനിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ നീതിമാനായ കർത്താവിൽ നിന്ന് ജനിച്ചവരാണ്. നമ്മൾ നീതി ചെയ്ത് കർത്താവ് നീതിപൂർവം ഹല്ലേലൂയ ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഓരോ ദിനവും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ദൈവഗീതം അറിഞ്ഞു ജീവിക്കണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നോക്കൂ, യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഹല്ലേലൂയ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ഹല്ലേലൂയ എന്നേക്കും ഇരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ലോകത്തിലുള്ള ഓരോന്നും ഒഴിഞ്ഞു പോകുന്നതാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിലുള്ളതിനെ സ്നേഹിച്ച് ഹല്ലേലൂയ മോഹിച്ച് നടക്കാതെ ദൈവത്തെ സ്നേഹിച്ച് ദൈവ ഇഷ്ടം അനുസരിച്ച് നാം നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിന് ഇമ്പമായത് പലതും ഹല്ലേലൂയ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഹല്ലേലൂയ ജഡമോഹത്തിന് നമ്മൾ ഹല്ലേലൂയ കൺമോഹത്തിന് നമ്മൾ ഇടയായി തീരരുത്. ഹല്ലേലൂയ. ദൈവത്തിങ്കിലുള്ള ഹല്ലേലൂയ ആ ഇഷ്ടം അനുസരിച്ച് കർത്താവിങ്കിലേക്ക് നമുക്കായി തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം ഹല്ലേലൂയ 1:24-25 വാക്യത്തിൽ പറയുന്നുണ്ട്, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവിതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയ മക്കളെ, ഇവിടെ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് കർത്താവിന്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കർത്താവിന്റെ വചനം പഠിച്ച് തിട്ടമുള്ളവരായി കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസം കടന്നു വരുന്നോറും കർത്താവിന്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഞായറാഴ്ച രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ഓരോരുത്തരും ഹല്ലേലൂയ ദൈവസന്നിധി ആയിരിക്കുമ്പോൾ, ചർച്ചിലൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന മൗത്വം കരയറ്റി ദൈവവചന പ്രകാരം കേൾക്കുന്ന വചനങ്ങൾ അതിശ്രദ്ധയോടെ കേട്ട് ഈ ദിവസങ്ങളിൽ നമുക്കായി തീരാ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് വീണ്ടും പോലെ മനസ്സിലാക്കി കൊടുക്കണമേ. ദൈവത്തിന്റെ കരം ഓരോ മക്കളോടും കൂടെ ഇരുന്ന് കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കും.
സഹായിക്കണം. നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണം അപ്പാ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവാജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.